എന്താ എന്താ പ്രോബ്ലം? സോറി, ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയല്ല. ഒരു ചെറിയ മിസ്സിംഗ് മസാജ് മെസ്സേജ് മെയിൻ്റെനൻസ് മിസ്അണ്ടർസ്റ്റാൻഡിംഗ്. ഇൻസ്റ്റമ സംസാരത്തിന്റെ ഇടയിൽ അവന്റെ ഒരു ഇംഗ്ലീഷ് ആണ് അല്ലട്ടെ, എനിക്ക് കിട്ടൂല. ഞാൻ അഞ്ചു പറയണത് കുട്ടി അവന്റെ ഗേൾഫ്രണ്ട് ആണെന്നാ. കുട്ടി ധൈര്യമായിട്ട് പറഞ്ഞോളൂ, കുട്ടിക്ക് ഇഷ്ടം നെൽസനാണെന്ന്. ഞാൻ തന്നെ നിങ്ങൾ ഒന്നിച്ച് പല പ്രാവശ്യം പല സ്ഥലത്ത് വെച്ച് കണ്ടിട്ടുണ്ടല്ലേ? പലവട്ടം. ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനായിരുന്നോ? എനിക്ക് സഞ്ജുവിനെ ഇഷ്ടമല്ല. എനിക്ക് നെൽസനെ ഇഷ്ടമല്ല. ആ പിന്നെ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് കറങ്ങിയിട്ടൊക്കെ ഉണ്ട്. എന്ത് വെച്ചത് അവനോടുള്ള പ്രേമം കൊണ്ടൊന്നുമല്ല. എനിക്ക് കിട്ടിയ ചാൻസ് നന്നായി യൂസ് ചെയ്തു. ഇവനെ പറ്റി അറിയാൻ. ഇവനോ? അതാരാ? ഞാൻ എന്നെ വല്ലതും പറയാനോ? ഞാനില്ലട്ടോ. നീ നിന്നെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഇതുപോലെ ആരെങ്കിലും വേണമായിരുന്നു എനിക്ക്. ഇവനെ പറ്റി എന്തിനാ കുട്ടി അറിയണ? ഇഷ്ടമുള്ളതുകൊണ്ട്. ഇഷ്ടം എനിക്ക് നിന്നെയാ ഇഷ്ടം. കഷ്ടമായിട്ട് മൊത്തം കൺഫ്യൂഷൻ ആയില്ല. നീ ഇങ്ങനെ ജിമ്മ് അടിച്ച് പച്ചൻ കുത്തി ഇറന്നോട്ടാ. കുറച്ച് വിൽക്കണ്ടായിരുന്നു, രക്ഷോട്ട് പോയാനെ. ഇപ്പൊ ഉണ്ടോ കുട്ടി? ഒരു മിനിറ്റ്, വേറെ ആളാണേ. അതെ, കുട്ടിക്ക് ശരിക്കും ഈ വിൽക്കണ തന്നെയാണ് ഇഷ്ടം? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ല, ഞാൻ ചോദിച്ചു, കാല് നോക്കി എടുക്കരുത്. എനിക്ക് കണ്ണ് കാണില്ല കേട്ടോ. പക്ഷേ നീ നന്നായിട്ട് ചമ്മി നിൽക്കാന്ന് എനിക്കറിയാം. അതെ അതെ. നെൽസൺ ഇവിടെ ഇല്ലേ? എന്റെ അടുത്തുണ്ട്, ഇവിടെ ഉണ്ട്. നെൽസൺ, ഐ എം റിയലി സോറി. മറ്റേ ടീം അവിടെ ഉണ്ട്. ഐ എം വെരി സോറി. റിഹേഴ്സലിന് ലേറ്റ് ആവുന്നു. എന്നാ പിന്നെ എല്ലാരും പോവല്ലേ? പോവാണ്ട് ഇവിടെ വല്ല ബിരിയാണി ആയിരുന്നു. ശേഖർ, പിന്നെ കാണാം. പോവാ. നമ്മൾ ഈ ആമ്പിള്ളേർ ഓരോ പെമ്പിള്ളേരെ പുറകെ നടന്ന് പെട്രോൾ അടിച്ച് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പേഴ്സ് വെറുതെ പുറകെ വെക്കാനുള്ള സമയം കിട്ടില്ല. ഇത് വെറുതെ അവനൊരു ചെലവില്ലാണ്ട് ഇങ്ങോട്ടൊരു ഓഫർ വന്നേക്കളെ. നീ വെറുതെ അവന്റെ പുള്ളി പാട്ട് കുറെ നേരമായല്ലോ. അവനില്ലാത്ത വിഷമം നിനക്കാണ്. എനിക്ക് വിഷമമുണ്ട്. നിനക്കാണെങ്കിൽ ഒന്നും കിട്ടണമില്ല, കിട്ടണമെങ്കിൽ ഒന്നും കൊടുക്കണമല്ല. എനിക്ക് ഒട്ടും കിട്ടണില്ല. എനിക്ക് നല്ല വിഷമമുണ്ട്. വെറുതെ ഇങ്ങനെ പറഞ്ഞു ഒരു ബീർ കുടിച്ച് ഇന്ന് അവൾക്ക് എന്നെ ഇഷ്ടമല്ലായിരിക്കും. എന്താ വെച്ചാൽ നാളെ ചാൻസ് ഉണ്ടല്ലോ. ഇതെന്താണ് ലോട്ടറി ടിക്കറ്റാ? നാളെ എന്ന് പറയാൻ ഞാൻ ഫിറ്റ് ഔട്ട്. എനിക്ക് ഇവന് ഇഷ്ടമില്ലാത്തൊന്നും എനിക്ക് വേണ്ട. കണ്ട അവന് മനസ്സിൽ നല്ല വിഷമമുണ്ട്. നിനക്ക് അവളെ സീരിയസ് ആയിട്ട് ഇഷ്ടമാണോ? ഉണ്ടെങ്കിൽ പറയടാ. എനിക്കൊരു പ്രോബ്ലം ഇല്ല. നീ ഹാപ്പി ആണെങ്കിൽ ഞങ്ങളൊക്കെ ഹാപ്പിയാണ്. എടാ, അവൻ വെള്ളത്തിന്റെ പുറത്ത് പറയണല്ല, അവൻ പറഞ്ഞ കേട്ടാ. നീ പിന്നെ മാറ്റി പറയരുത്. ഞാനും വിൽക്കാൻ തുടങ്ങി പണ്ടാരും. എനിക്ക് കിട്ടാവട്ടെ, ഉറപ്പാണ്. എടാ, നിന്നെക്കാണ് നല്ല ഭംഗിയുണ്ട് സത്യം കിട്ടും. പിന്നെ നീ എന്തിനായി കണ്ണാണ് വേദന പുറകെ കിടക്കണേ? നീ നോക്കിയ അതെ, അവൻ സമ്മതിച്ചു. ശേഖർ, ആര് സമ്മതിച്ചു? നെൽസൺ. നെൽസണോ? അവന് വിഷമിച്ചോണ്ടും ഒന്നും ചെയ്യാൻ പറ്റില്ലേ. പക്ഷെ ഇപ്പം പെർമിഷൻ തന്നു. ഇനി വേണേ നമുക്ക് തുടങ്ങാം. പെർമിഷൻ തരാൻ അവൻ ആരാ? എന്റെ അച്ഛനാ? നിന്നെ ഇഷ്ടമെന്ന് മാത്രല്ലേ പറഞ്ഞത്? അതിന് തുടങ്ങാന്നൊക്കെ പറഞ്ഞു. ഇയാളെന്തോ ആളെ കളിയാക്കാം. അവരെ മുമ്പിൽ അവരെയല്ല എന്നെ ഇഷ്ടമെന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അതിനിപ്പോ ചൂടാവുന്ന എന്തിനാ? അതിനാരും ചൂടായ കാര്യം പറഞ്ഞതല്ലേ ഉള്ളൂ. ശരി, ഇപ്പൊ നീ എന്തിനാ ഇവിടെ വന്നേ? ആദ്യമായിട്ട് ഒരു പെണ്ണും മുഖത്തൊക്കെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞപ്പോ
ഐ ഗോട്ട് ക്യൂരിയസ്. ക്യൂരിയോസിറ്റി ഓവർ? എന്നാ പൊക്കോ. ഒന്ന് സെറ്റായി വന്നോളൂ, ഒന്ന് സെറ്റ് ആവട്ടെ പ്ലീസ്. അത് വരെ നിൽക്ക്. ഞാനിവിടെ നടന്നു പോണി ഞാൻ കാണാൻ പറ്റില്ലല്ലോ. ഞാനിവിടുന്ന് ഭയങ്കര ദേഷ്യത്തില നടന്നു പോണേ. ശരി പോ. അല്ല, ഒരു ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇതിപ്പോ ഞാനായാലും ടെൻഷനായാലും ഇയാൾക്കെന്തായാലും ആളെ കാണാൻ പറ്റില്ലല്ലോ. ശേഖർ, സാറിനും ഉണ്ടല്ലോ ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ്. എത്ര വിക്കിയാലും ഏറ്റവും ലൗഡായി ഞാൻ കേൾക്കുന്നത് നിന്റെ ശബ്ദം. ഇടയ്ക്കൊക്കെ തപ്പി തടഞ്ഞാലും അതൊന്നും മൈൻഡ് ചെയ്യാതെ പറയാനുള്ളതൊക്കെ നീ പറഞ്ഞു തീർക്കും. അന്ന് ആദ്യം കേട്ടപ്പോഴേ നിന്റെ ശബ്ദം ഞാൻ ശ്രദ്ധിച്ചു. പിന്നെ അത് കേൾക്കാൻ വേണ്ടി മാത്രം എത്ര തവണ നിന്റെ പുറകെ നടന്നെന്നറിയോ. കേട്ട് കേട്ട് അത് വലിയ ഇഷ്ടായി. അത് തെറ്റായി പോയല്ലേ. എന്റെ ഈ കുറവ് ഞാൻ ഓർത്തില്ല. ഇത് ലൈഫ് ലോങ് ഇങ്ങനെയായിരിക്കും. നിനക്കിതൊരു പ്രശ്നമായി തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ പറഞ്ഞേ. ഇതിപ്പോ എന്തിനാ? എനിക്ക് ഇങ്ങനെ സോറി പറയാറിയോ? ഐ ആം സോറി ടു. എന്തിനാ?